ശബരിമല ആചാര സംരക്ഷണ സമിതി പ്രവർത്തകരെ പോലീസ് പമ്പയിൽ തടഞ്ഞു. പമ്പ ഗണപതി കോവിലേക്ക് കടത്തിവിടാനാകില്ല എന്ന് പോലീസ് അറിയിച്ചു. സമര പരിപാടികൾക്ക് മുന്നോടിയായിട്ടാണ് ഗണപതി കോവിലിൽ ദർശനത്തിനെത്തിയതെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ ദർശനത്തിന് വന്നതല്ല ശബരിമല ആചാര സംരക്ഷണ സമിതി, ഒരു സമരം തുടങ്ങുകയാണോ എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അവരെ ഇപ്പോൾ പമ്പയിൽ തടഞ്ഞിരിക്കുന്നു. സ്മൃതി, ഇപ്പോൾ ഈ ശബരിമലയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശബരിമല ആചാര സംരക്ഷണ സമിതി സമരത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ പമ്പ ഗണപതി കോവിലിൽ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സമരപരിപാടികൾ തുടങ്ങാനാണ് ശബരിമല ആചാര സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ ശബരിമലയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ലാഹ, അട്ടത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസികളുമായിട്ടാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുമായിട്ടാണ് ആചാര സംരക്ഷണ സമിതി പ്രവർത്തകരും നേതാക്കളും പമ്പയിലേക്ക് എത്തിയത്. പക്ഷേ പമ്പയിൽ പോലീസ് ഇവരെ തടഞ്ഞു. ഈ പോലീസും ഈ പ്രവർത്തകരുമായിട്ടൊക്കെ വാക്ക് തർക്കം നടന്നു. പോലീസ് അറിയിച്ചത് രാഷ്ട്രപതിയുടെ സന്ദർശനം നടക്കുമെന്നതിനാൽ കർശനമായിട്ടുള്ള സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്കാരണത്താൽ പമ്പയിലേക്ക്, പ്രത്യേകിച്ചും ഗണപതി കോവിലിന്റെ ഭാഗത്തേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പമ്പ ത്രിവേണി പാലത്തിന് സമീപം ആ പ്രധാനപ്പെട്ട പാതയിൽ വെച്ച് തന്നെ ആചാര സംരക്ഷണ സമിതി പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പോലീസുമായി ഈ പ്രവർത്തകർ വാക്ക് തർക്കവും ഉണ്ടായിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശന സമയത്ത് അന്ന് ആചാര സംരക്ഷണ സമിതി പ്രവർത്തകർ സമരത്തിന് തുടക്കമിട്ടത് ഇതേ രീതിയിൽ പമ്പ ഗണപതി കോവിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് അവർ ആദ്യമായി സമരപരിപാടികൾക്ക് രൂപം നൽകി. അതേ രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരം തുടങ്ങാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും പോലീസ് ഇവരെ പമ്പയിൽ തടഞ്ഞിട്ടുണ്ട്. സ്മൃതി. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.